ഹലോ ഹെൽക്കൻസ് മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര കളിയാണ്. രണ്ടുപേരും നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഏതപ്പനും ഡോണപ്പനും ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് വയറുമ്മ ചവിട്ടി നിന്നിട്ട് ഇങ്ങനെ തുള്ളാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡോണപ്പൻ അങ്ങനെ തുള്ളിക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ ഏതപ്പനും തുള്ളണം. അപ്പോൾ ഐശമ്മ പറഞ്ഞു കൊട്ടാപ്പുറത്തുണി കയറ്റിയിട്ട് തുള്ളിക്കാമെന്നും പറഞ്ഞിട്ട് അവളുടെ കൊട്ടാപ്പുറത്തുണി കയറുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോണപ്പൻ എന്തൊക്കെ ചെയ്യുന്നു അതെന്നെ ഏതപ്പൻ കണ്ടുപിടിച്ചേക്കാണ്. കാരണം ഏതപ്പന് ചെറുപ്പത്തിൽ അങ്ങനെ കൈ വായിലിടുന്ന ശീലമോ അല്ലെങ്കിൽ ടോയ്സ് വായിലിടുക അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഡോണപ്പൻ നേരെ ഓപ്പോസിറ്റാണ്, എന്ത് കിട്ടിയാലും വായ കൊണ്ടുപോകും. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇപ്പോൾ ഏതപ്പൻ കൈ വായിലിടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും എപ്പോഴും അങ്ങനെ ഇടുകയൊന്നുമില്ല, പേടിയാണ്. അങ്ങനെ ഇടരുതെന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു കൊടുത്തത്. പിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചൊന്നും അങ്ങനെ ഇടില്ല. പക്ഷെ ആരെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിൽ ആളുടെ കൈ ഒന്ന് വായിലേക്ക് പോവും, അപ്പോൾ തന്നെ അത് മാറുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇവിടെ ഭയങ്കര കളിയൊക്കെയാണ് കേട്ടോ. രണ്ടുപേരും ട്വിൻസ് പോലെ തന്നെ. ചേട്ടനെ എന്ത് ചെയ്യുന്നോ അത് അനിയനെ ചെയ്യണം, അനിയനെ എന്ത് ചെയ്യുന്നോ അത് ചേട്ടൻ ചെയ്യണം. അങ്ങനെ തന്നെ ഇപ്പോൾ ഡോണപ്പം വലുതായി വരും തോറും ചേട്ടനെ കണ്ട് ഡോണപ്പം പഠിക്കണത്. അതായത് ചേട്ടൻ എന്ത് കളിക്കുമ്പോഴും ചേട്ടൻ്റെ കൂടെ പോയി കളിക്കണം, ഓടണം, ചാടണം എന്നുള്ള ആ ഒരു ത്വരപ്പിടുത്തം ഇപ്പോഴും മാറിയിട്ടില്ല. തന്നെ മേള ഇവിടെ. അങ്ങനെ ഡോണപ്പം വീണ്ടും ഐശമ്മയുടെ വയറിൽ ചവിട്ടി നിൽക്കാണ്ട്. ഐശമ്മയ്ക്ക് അങ്ങനെ വലിയ വയറില്ലാത്ത കാരണം അതങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അവൻ കളിയാണ്. അപ്പോൾ രണ്ടുപേരുടെയും കളിയും ചിരിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ വലിയ വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ചേട്ടന് സ്നേഹം കൂടുമ്പോൾ ചെറിയൊരു പിച്ചിലും മാന്തലൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം കൂടി അപ്പോൾ പിച്ചുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾക്കൊരു മാങ്ങ കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല പഴുത്ത മൂവാണ്ട മാങ്ങയായിരുന്നു. ഏതപ്പന് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കഷ്ണ രൂപേണ കൊടുക്കുന്നത്. മറ്റേത് നമ്മൾ ജ്യൂസ് അടിച്ചിട്ടാണ് കൊടുക്കുക. ഇപ്പോൾ ഏതപ്പന് പല്ലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, ഈ അണപ്പല്ലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള കാരണം കടിച്ച് തിന്നു അവൻ. അപ്പോൾ അത് കാരണം ഇങ്ങനെ നമ്മൾ കൊടുത്തു തുടങ്ങി. ആൾക്ക് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ. എവിടെ നിന്നൊക്കെയാണ് പുളിരസം വരുന്നതെന്ന് അവൻ തന്നെ അറിയില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഈ കഴിക്കുന്ന വീഡിയോ ഇവൻ കഴിക്കുന്ന വീഡിയോ ഷോർട്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഏതപ്പൻ്റെ കഴിക്കൽ കണ്ടിട്ട് നമുക്കും കൊതിയാവുന്നത്. ശരിയാണ് കേട്ടോ, അവൻ്റെ കഴിക്കലുണ്ട് കഴിഞ്ഞാൽ ആർക്കും കൊതിയാവും. അങ്ങനെ വലിയൊരു കഷ്ണം വായിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അമ്മ അത് എടുത്തതാണ് കേട്ടോ. അത്ര വലിയ കഷ്ണമൊന്നും ചവയ്ക്കാറായിട്ടില്ല. അങ്ങനെ ഒരു 8:30 9 മണി ആയി കഴിഞ്ഞപ്പോൾ, 9 മണി എന്നല്ല അതിന് മുമ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പൊറോട്ട തിന്നാൻ ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞു, പപ്പ നമുക്കൊന്ന് പൊറോട്ട വാങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് പപ്പയുടെ അടുത്ത് കാര്യം പറഞ്ഞു. പപ്പ അങ്ങനെ പൊറോട്ട തിന്നാൻ പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളാണ്, കാരണം മൈദ ആയതുകൊണ്ട്. എന്നാലും പപ്പ പറഞ്ഞു ഓക്കെ വാങ്ങാം പോരേന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ റെഡിയായി. ഈ ഏതപ്പൻ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴുണ്ടടാ അവന് കുക്കറും പിടിച്ച് കളിക്കണം. അമ്മ എന്തേതാ പൊക്കിയിട്ട് ഒന്നും ഒരു രക്ഷയില്ല, കുക്കറും പിടിച്ച് ഇങ്ങനെ കളിക്കുക തന്നെ. അവസാനം കുക്കറും കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോലും ആശാൻ എണീറ്റില്ല. ഒരു കണക്കിന് എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചെടുത്തിട്ട് ഞങ്ങൾ പൊറോട്ട അങ്ങ് വാങ്ങാൻ പോയതേ. പപ്പ പൊറോട്ട വാങ്ങി വരുന്നതാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. കറി വീട്ടിലുള്ള കാരണം പൊറോട്ട മാത്രം വാങ്ങിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. മീൻകറി ഉണ്ടായിരുന്നു, നല്ല വറ്റിച്ച മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി കഴിക്കാനായിട്ടൊരു കൊതി തോന്നിയ കാരണമാണ് ഞാൻ പൊറോട്ട വാങ്ങാനായിട്ട് പപ്പയുടെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞങ്ങൾക്കൊരു നൈറ്റ് റൈഡും ആവുമല്ലോ. അങ്ങനെ പൊറോട്ട ഒക്കെ വാങ്ങി വന്ന് ഞങ്ങൾ പതിയെ മന്ദം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രി ഇങ്ങനെ ചുമ്മാ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടക്കാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഞങ്ങൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മിക്കപ്പോഴും രാത്രി ഈ ഏതപ്പനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. കാരണം ഏതപ്പന ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ വണ്ടി കയറി ഒരു റൗണ്ട് അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ആൾ ഉറങ്ങും. അത് കാരണം മുമ്പൊക്കെ അങ്ങനെ ഡെയിലി കൊണ്ടുപോയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യം വരണില്ല. ആൾ തന്നെ ആളുടെ ഉറക്ക സമയം ആകുമ്പോൾ ആൾ ഉറങ്ങിക്കോളും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന വഴിക്ക് ഞങ്ങൾ എന്നും കപ്പേളയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ പോവാറ്. മിക്ക ദിവസം വൈകുന്നേരം പപ്പ ഡെയിലി വരും, ഞങ്ങൾ വല്ലപ്പോഴൊക്കെ കപ്പേളയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, തിരി കത്തിക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പോയി വന്ന വഴി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കപ്പേളയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഏതപ്പനെ തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ അവന് തിരി കത്തിക്കണം, അതിൻ്റെ വാശിയാണ് ഇപ്പോൾ കണ്ടത്. തിരിയൊക്കെ കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നോക്കിയും കണ്ടാക്കിയേ തിരി കത്തിക്കുള്ളൂ. കാരണം പൊള്ളണ രീതി അല്ലെങ്കിൽ വേദനിക്കുന്ന രീതിയിലേക്കൊന്നും ആശാൻ അങ്ങനെ പോവില്ല. അങ്ങനെ ചേട്ടനും അനിയനും കൂടി തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അമ്മയുടെ കയ്യിൽ ഏതപ്പനും പപ്പയുടെ കയ്യിൽ ഡോണപ്പനെയും കൊടുത്തിട്ട് ഞാനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് 2 കപ്പേളയാണ് ഉള്ളത്. ഒരു കപ്പേളയിൽ ഉണ്ണീശയുടെ കപ്പേളയിൽ ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് ഏതപ്പനും ഡോണപ്പനും ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി അടുത്ത കപ്പേളയിൽ പോയി ഞാനും ഏതപ്പനും കൂടി കത്തിക്കുകയാണ് കേട്ടോ. അമ്മയുടെ കയ്യിൽ ഡോണപ്പനുണ്ട്, പപ്പയാണ് ഇത് വീഡിയോ എടുക്കുന്നത്. കാരണം ഇവന് തിരി കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാനാണ് ഈ കപ്പേളയിൽ വന്നിട്ട് തിരി കത്തിക്കാൻ വേണ്ടി നിന്നത്. അപ്പോഴത്തേക്കും എൻ്റെ അടുത്തേക്ക് ചാടി കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ മാമനെ കണ്ടു കഴിഞ്ഞപ്പോൾ മാമൻ മാമനെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മാമനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടില്ല അവൻ.
അങ്ങനെ ഞങ്ങളിതാ വീട്ടിലൊക്കെ എത്തി. ഏതപ്പം കാണാണ്ട് വേണം പൊറോട്ട തിന്നാൻ. കാരണം ഏതപ്പന് പൊറോട്ട കൊടുക്കില്ല, മൈദയല്ലേ. കാരണം മോശം പാസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും. വെറുതെ മൈദ അങ്ങനെ അധികം കൊടുക്കലില്ല അവന്. അപ്പോൾ അവൻ കാണാണ്ട് പൊറോട്ട തിന്നാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടാ അടുക്കളയിൽ കയറി കറിയൊക്കെ എടുത്ത് റൂമിൽ വന്ന് കഴിക്കേണ്ട അവസ്ഥയായി. എന്തായാലും ആഗ്രഹം സാധിച്ചു. അങ്ങനെ പൊറോട്ട തീറ്റ കഴിഞ്ഞു. ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഏതപ്പനോർക്കാൻ നല്ല പണിയാണ് ഇപ്പോൾ. കഥയും പറഞ്ഞ് പാട്ടും പാടി അമ്മയുടെ മുഖത്ത് ഇതേപോലെ കുറേ നേരം തഴുകി അങ്ങോട്ട് പിച്ചി ഇങ്ങോട്ട് പിച്ചി കടിച്ച് പറിച്ചൊക്കെ വേണം കിടന്നുറങ്ങാനായിട്ട്. ഞാനെങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, എന്നെ പിച്ചി മാന്തി തല്ലി അങ്ങനെ. എന്നാലും അങ്ങനെയൊക്കെ ചെയ്താലേ അവൻ ഉറങ്ങുള്ളൂ. അതൊക്കെ അവൻ്റെ ആ ഒരു ഇതായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഉറങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ് അമ്മ ഇരിക്കുന്നത്. പാട്ട് വെച്ച് കൊടുക്കണം അവന്, ചിലപ്പോൾ പാടി കൊടുക്കണം. അവൻ്റെ ഇഷ്ടത്തിന് അവൻ പറയും ഇന്ന പോലെ ചെയ്യാനായിട്ട്, അതേപോലെ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.